എന്റെ ഗുരു, നമുക്ക് കേക്കിൽ തേൻ ഒഴിച്ചാ പോരെ? എന്തിനാ തേൻ കേൾക്കുന്നൊരു സാധനം മേടിക്കുന്നത്? എന്റെ പഞ്ചാര കുട്ട, എനിക്കിത് വളരെ ഇഷ്ടാ. നീ ഒരു പ്രാവശ്യം കഴിച്ചു നോക്ക്, അപ്പൊ രുചി അറിയ നിന്റെ നാക്ക്. ശരിയാണ് ഗുരു, തേൻ കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഗുരു പറഞ്ഞത് കേട്ടപ്പോ എന്റെ നാക്കിൽ വെള്ളം വന്നു. നിന്റെ നാക്കിൽ വെള്ളമാണെങ്കിൽ എന്റെ നാക്കിൽ പെരുംവെള്ളം വരുന്നു. തേന് എന്റെ നാവിലും വെള്ളമൂറുന്നുണ്ട്. പൊന്നാശാനേ, വെള്ളം ഊറാൻ കണ്ടൊരു സാധനം. വരൂ, ഗുരുവിന്റെ പോലെയുടെ കയ്യിലുള്ള തേൻ കൂടെ നമുക്ക് അടിച്ചു മാറ്റണം. ഔ, ഔ, ഔ. വിഷം, വിഷം. ഇതാണ് എന്റെ സൂത്രം. വിഷം, വിഷം. യാ, വിച്ചുക്കു. ആ. മര്യാദയ്ക്ക് തേൻ കേക്ക് ഞങ്ങൾക്ക് തന്നേക്കേ. ഒരിക്കലും തരില്ല. മര്യാദയ്ക്ക് ഇത് തന്നില്ലെങ്കിൽ നിന്റെ തടി കേടാകും പോലെ. എന്നെ ഒന്നും ചെയ്യല്ലേ. ആ തേൻ കൂടെ ഞങ്ങൾക്ക് തന്നേക്കേ. തരില്ല. ഈ അടിയോടെ ഒരു കാര്യം ഓർമ്മ വന്നു. One, two, three. ഓ ആശാനേ, ആശാന്റെ അവസ്ഥ എങ്ങനെ ആയിപ്പോയല്ലോ. വെറും ഒരു സാധാരണ തേനീച്ച പോലും അങ്ങയെ ബഹുമാനിക്കുന്നില്ലല്ലോ. കണ്ടോ അതിന്റെ അഹങ്കാരം പിടിച്ച നിൽപ്പ് കണ്ടോ? പണി കിട്ടി. ആശാന് തേനീച്ച കൊട്ടിയ കൊട്ടില് നമ്മുടെ ആശാന്റെ തലയ്ക്ക് എന്തായാലും വട്ട എന്നാ തോന്നുന്നത്. തലയ്ക്ക് വട്ടല്ല, വട്ടത്തിൽ ഒരു ഐഡിയ എനിക്ക് കിട്ടി. പോടാപ്പ, അതെന്തായാലും വട്ട ഐഡിയ ആയിരിക്കും. വട്ട ഐഡിയ അല്ല, വർക്കൗട്ട് ആവുന്ന ഐഡിയ. ആലോചിച്ച് നോക്ക്, ഒരു തേനീച്ച കൊട്ടിയപ്പോ എനിക്ക് ഇത്രമാത്രം വേദന ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം തേനീച്ചകൾ വന്ന് ഗുരുവിനെയും പോലെയും കൊട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? എന്റെ ആശാനെ, അതൊരു പൂരം കണ്ട പോലെ ഇരിക്കുമല്ലോ. പക്ഷെ അതിനെന്താ ഒരു വഴി? ഇതാണ് വഴി. അത് എന്താണ്? എന്റെ ഗുരു, ഈ തേൻ കേക്കിന് സത്യത്തിൽ വല്ലാത്ത സ്വാദ് തന്നെയാ. പോഷകാഹാരമാണ് ആരോഗ്യത്തിന് അടിസ്ഥാനം. ഈ പോഷകം എന്ന് പറഞ്ഞ ആരാ? അയാളും നമ്മളും തമ്മിൽ എന്താ ബന്ധം ഗുരു? എന്റെ പോലെ ആ മോളിൽ നിൽക്കുന്നത് എന്ത് കുന്തമാടാ? മേഘക്കൂട്ടങ്ങളാ. എടാ, അതിന്റെ താഴെ ഉള്ളത് അത് കാക്കയാ ഗുരു. കണ്ണു തുറന്ന് നോക്കെന്റെ പോലെ. വിമാനമാണടാ, വിമാനം. നമ്മൾ എന്തിനാ ഇവരെ ആക്രമിക്കുന്നേ? അറിയില്ലടാ, ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലും ഓട്, ഓട്ടം നിർത്തരുത്, ഓടിക്കോ. കഴിഞ്ഞിരിക്കുന്നു. ഗുരുവിന്റെ പോലെയുടെ കഥ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു.
എന്റെ ആശാനെ, നമ്മൾ സന്തോഷത്തിൽ തിമിർക്കുമ്പോ അവിടെ തേനീച്ചകൾ അവന്മാരെ കൊട്ടി കൊട്ടി തകർക്കുകയായിരിക്കും. എല്ലാം തീർന്നു, പണി തീർന്നു. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ വൃത്തിയായിട്ട തേനീച്ചകൾ നമ്മളെ ഇങ്ങനെയിട്ട് ഓടിക്കുന്നത്? എനിക്ക് മനസ്സിലായി, നമ്മൾ കഴിച്ചോണ്ടിരുന്ന തേൻകൂട് അവരുടെ കൂടെ പങ്കിട്ടില്ലല്ലോ, അതുകൊണ്ടാ അവരെ നമ്മൾ ആക്രമിച്ച്. എന്റെ പുന്നാര പോലെ മോനെ, ഭൂമി രണ്ടായി പിളർന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും നീ വാതില് മാത്രം തുറക്കല്ലേ ഒരു കാരണവശാലും. എന്റെ പനച്ചിക്കാവമ്മേ, ഈ തേനീച്ചയെന്ന് രക്ഷപ്പെടുത്തണേ. ആരാടേ പുറത്ത്? കണ്ടിട്ട് ഏതു മനുഷ്യനാണെന്ന് തോന്നുന്നു. എടാ, ഈ തേനീച്ചകൾ കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലാ, നമ്മളെ പറ്റിക്കാനത് നോക്കും. ആർക്കും എന്നെ പറ്റിക്കാൻ കഴിയില്ല ഗുരു. തേനീച്ചകൾ കഴിച്ചിരിക്കുന്ന അതേ തേൻ തന്നെയാ ഞാനും കഴിച്ചിരിക്കുന്നേ. അതുകൊണ്ട് അവരെ പോലെ എനിക്കും ബുദ്ധിയുണ്ട് ഗുരു. ഗുരുവിനെ പോലെ എനിക്കും ബുദ്ധി വികസിച്ച ഗുരു. എന്നെ സാധാരണമായി കരുതല്ലേ. ഒരു മിനിറ്റിൽ ഞാൻ കണ്ടുപിടിച്ചു തരാം ഇത് മനുഷ്യനാണോ അതോ തേനീച്ചയാണോ എന്ന്. നീ മനുഷ്യനാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറ. മൊബൈൽ വൈബ്രേറ്റ് എങ്ങനെയാവുന്നേ? ഉത്തരം ശരിയാണല്ലോ. കോട്ടിട്ട ചേട്ടാ, ഒന്ന് പെട്ടെന്ന് അകത്ത് വാ, അല്ലെങ്കിൽ ആ വട്ട് പിടിച്ച തേനീച്ചകള് നമ്മളിട്ട് വട്ടം കറക്കും. അങ്ങ് ആരാണാവോ? എന്താ ഇതൊക്കെ? എന്റെ പപ്പടം മുഴുവൻ പോയി. അങ്ങനെ വരട്ടെ, ഇത് ഗുരുവിന്റെയും പോലെയുടെയും പണിയായിരുന്നോ? നമുക്ക് വേഗം ചാടി വെള്ളത്തിന്റെ അകത്ത് പോവാം. വെള്ളത്തിന്റെ അടിയിൽ തേനീച്ചകൾക്ക് വരാൻ കഴിയില്ല. ഹലോ 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 ഹലോ. ഈ ഇരുമ്പ് വലയ്ക്കുള്ളിൽ കാറ്റിന് പ്രവേശിക്കാൻ കഴിയും, പക്ഷെ തേനീച്ചകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെ ഇട്ട് ഓട്ടിക്കുന്നത്? ഓഹോ, ഈ തേനീച്ചകൾ അവിടെ കമത്തി വെച്ചിരിക്കുന്ന ചായക്കോപ്പ കാണുന്നില്ല എന്നാ പറയുന്നേ. ചായക്കോപ്പല്ലടേ പോലെ, അവര് നമ്മളോട് ചോദിക്കണതാ അവരുടെ കൂടെ എവിടെ പോയെന്നാ. അവരുടെ കൂടെ എവിടെ പോയെന്ന് നമുക്കെങ്ങനെ അറിയാം? അതുമല്ല, ഇവരെല്ലാം കൂട്ടിനകത്ത് പോയി കഞ്ഞിയും കറിയും വെക്കാൻ പോവാണോ ഗുരു? അവരതിനകത്ത് എന്തെങ്കിലും ചെയ്തോണ്ട് പോട്ടടെ. അവരുടെ കൂടെ എവിടെയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവര് തരുന്ന എട്ടിന്റെ പണിയായിരിക്കില്ല, തേനീച്ചയുടെ കൊട്ടിന്റെ പണിയായിരിക്കും. തേനീച്ച കൂട്ടങ്ങളെ, നിങ്ങളുടെ കൂട് ഞങ്ങളല്ല, MJ, നസൂറ, നാസുക്കാണ് ഓടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ അങ്ങോട്ട് നോക്ക്. പാവല്ലേ ഈ തേനീച്ചകളെല്ലാം. ഇവരുടെ കൂടെ ഇവർക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? ആഹാ, ആ കൂട് നമ്മൾ എടുത്തു കൊടുക്കും. അങ്ങനെ തക്കതിം താളം കൊട്ടി ഗുരുപാടി പോലെ നൃത്തം മാടി. ए बी सी बी बांगड़ू सी हनी बी देखो मक्खी 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 मधुमक्खी ओए ओए मक्खी 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 मधुमक्खी ए बी सी बी बांगड़ू सी हनी बी ए बी सी बी बांगड़ू सी हनी बी छत्ते पे छत्ता पत्ते पे पत्ता पत्ते के नीचे छत्ता ही छत्ता अलबत्ता मक्खी 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 मधुमक्खी मक्खी 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 मधुमक्खी मक्खी 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 मधुमक्खी मक्खी 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 मधुमक्खी കൊള്ളാലോ എന്റെ ഗുരു, അങ്ങ് വീണ്ടും ഒരു കലക്കിയിരിക്കുകയാണ്. ഇടാ, ഇത് ഞാൻ തനിച്ച് ചെയ്തതല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ്. ഇതിന്റെ പേരാണ് ടീം വർക്ക്. തേനീച്ചകളുടെ കൂട്ടിന്റെ കാര്യം സെറ്റായി. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ ഹിറ്റായി.